പുതുപ്പള്ളി പഞ്ചായത്തിന് താഴോട്ട് പോകുമ്പോഴത്തേന് ആ വഴി കണ്ടിട്ടുണ്ടോ? നമുക്കൊരു മനുഷ്യന് ഒരു ഉപകാരം ചെയ്ത രീതി ചാവണ്ടിയമ്മ ഒന്നും ചെയ്തിട്ടില്ല. ഈയൊരു പണി കാണിച്ചാൽ നിങ്ങൾ കണ്ടോ? ഉമ്മൻചാണ്ടി മോഷിച്ച് എല്ലാവർക്കും നല്ലപോലെ കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും നല്ല സഹായം ചെയ്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ഭയങ്കര ഇഷ്ടമാണ്. ചാണ്ടിയമ്മ ഇന്ന് വരെ പുതുപ്പള്ളി കവല ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് പത്രത്തിന് എഴുത്തിയുള്ള മനോരമ എഴുത്തിയുള്ള ഞാൻ പുതുപ്പള്ളി പോയി പത്രം എടുക്കുന്ന പാർട്ടിയാണ്. ചാണ്ടിയമ്മ ഇന്ന് വരെ ഈ പുതുപ്പള്ളി വെട്ടത്താനോട്ട് പുതുപ്പള്ളി വരെ നമുക്കൊരു മനുഷ്യന് ഒരു ഉപകാരം ചെയ്ത രീതി ചാവണ്ടിയമ്മ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും പറയും ഉമ്മൻചാണ്ടി ബെറ്ററാ. ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ പോയി ചെയ്ത് ഒരു ഉപകാരം ചോദിച്ചു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി ചെയ്തു തരും. ചാണ്ടിയമ്മ ഇന്നവരാരും കണ്ടിട്ടില്ല. ചാണ്ടി ഇപ്പോഴും വാടകയ്ക്ക് താമസിക്കുന്നത് ആണോ? അത് നല്ല കാര്യമല്ലേ? കാരണം 10 പൈസ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. 10 പൈസ ഉണ്ടാക്കിയ പാർട്ടിയുണ്ട്. ആ, ഉമ്മൻചാണ്ടിയെ കൊണ്ട് 10 പൈസ ഉണ്ടാക്കിയ പാർട്ടിയുണ്ട്. ചാണ്ടിയമ്മ അവിടുന്ന് വീട് മാറി ഇവിടെ വീട് വാടകയ്ക്ക് താമസിക്കുന്നത്. 10 പൈസ ഉണ്ടാക്കാത്തപ്പം അഴിമതിയൊന്നും ഇല്ലാത്ത മന്ത്രിയായിരുന്നില്ല. അഴിമതിയല്ല. ഈ പുതുപ്പള്ളി കവല ഇതുപോലെ ഒരു കവലയുണ്ടോ? നിങ്ങൾ പറയുക, ഇതുപോലൊരു കവലയുണ്ടോ? എങ്ങുമില്ല. എവിടെ ചെന്നാലും ഇതുപോലൊരു കവലയുണ്ടോ? ഞാൻ രാവിലെ 3 മണിക്ക് കഴിഞ്ഞിട്ട് പുതുപ്പള്ളിയിൽ പോയി 3:30 പുതുപ്പള്ളി ചെന്നിട്ട് പത്രം എടുക്കുന്ന പാർട്ടിയാണ്. ഇതുപോലൊരു കവലയുണ്ടോ? എനിക്ക് മനോരമ 450 പത്രം മനോരമയുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പ് UDF വരുമോ LDF അധികാരത്തിൽ? LDF വരും. ഞാൻ പക്ക LDF എങ്കിൽ പോലും ഞാൻ അടുത്ത പ്രാവശ്യം ചെയ്യുന്നത് UDF ചെയ്യുന്നത്. ആ, അങ്ങനെ ചെയ്യുള്ളൂ. ആര് മുഖ്യമന്ത്രിയാവും അടുത്ത? ആര് മുഖ്യമന്ത്രിയാവും? രമേശ് ചെന്നിത്തല. ആ, വേറെ ആരാ ഉള്ളേ? ചേട്ടൻ പറയാനുണ്ടോ? വേറെ ആരാ ഉള്ളേ? സതീശനൊക്കെ ഉണ്ട്. വേണുഗോപാല് ഈയൊരു പണി കാണിച്ചാൽ നിങ്ങൾ കണ്ടോ? നിങ്ങൾ ക്യാമറ പിടിക്കുന്ന VD സതീശൻ ഈയൊരു പറഞ്ഞ കേട്ടോ? വൃത്തികെട്ട പരിപാടിയില്ല കാണിച്ചേ. ക്യാമറ കുണിയുന്നപ്പോഴത്തേന് പറഞ്ഞു എടുത്ത് നോക്കാൻ പറഞ്ഞു. നിന്നെ ആരെ ഏൽപ്പിച്ചെന്ന് ചോദിച്ചു. VD സതീശൻ ഈയിടെ ഒരു വർഷം മുമ്പായിരിക്കും. VD സതീശൻ കണ്ടോ? എടുത്തോ. ഞാൻ മനോരമയുടെ ഏഴെത്തിയാ. VD സതീശന് കുഴപ്പമൊന്നുമില്ല. VD സതീശൻ ഒരു പാട്ട് ഇതുപോലെ ക്യാമറ പിടിച്ചു, ഇതുപോലെ ബൈക്കാൻ വെച്ചേക്കാം, നിനക്ക് ഇത് നേരെ വെക്കാൻ പറ്റുമെന്ന് VD സതീശൻ ചോദിച്ചു. ആ, പുതുപ്പള്ളി കവല ഇതുവരെയാണ് ചെയ്യേണ്ടത്. ഉമ്മൻചാണ്ടിയെ ഭയങ്കര ഇഷ്ടം. സമ്മതിച്ചു. ഇവിടെ MLA വരുമ്പോൾ എല്ലാം ശരിയാന്ന് പറഞ്ഞു. ഇവിടെ അല്ല, ഇവിടെ മണനാട് താമസിക്കുന്നത് ജയിക്ക തോമസ് പറഞ്ഞു. ഞാനിവിടെ MLA ആയിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാണെന്ന് പറഞ്ഞായിരുന്നു. MLA ഇല്ലല്ല, MLA ആയില്ല. പുതുപ്പള്ളി കവല ഞാൻ വേറൊരു കാര്യം പറയാം നിങ്ങളടുത്തോളം. പാലായി നമ്മൾ ലോകം മുഴുവൻ മണിക്ക് വന്ന പാർട്ടിയാണ് ഞാൻ. പാലായി VD തോമസ് നേതൃത്വത്തിന് പാലക്കാട് എങ്ങനെ കിടക്കുന്നത്? പുള്ളി മരിച്ചു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല എങ്ങനെ നടക്കുന്നത്? പുതുപ്പള്ളി എങ്ങനെ കിടക്കുന്നത്? 3 വണ്ടിക്ക് വന്നാൽ തിരിഞ്ഞു തലേതാ പോയ ഞാൻ പറയിക്കും. ഞാൻ മനോരമ ഏജൻ്റാണ്. ഞാൻ പുതുപ്പള്ളി കവല വന്ന വണ്ടി എടുക്കുന്നത്, പത്രം എടുക്കുന്നത്. ഞാൻ പറയും. ഇപ്പോൾ ചാണ്ടിയമ്മ താമസിക്കുന്നത് വാടകയ്ക്ക് താമസിക്കുന്നത് ആണോ? ചാണ്ടിയമ്മ ഇവിടെ മേളിൽ താമസിക്കാം, ഇപ്പോൾ തൊട്ടിപ്പുറം താമസിക്കുന്നു. ഇതിനകത്തോട് കയറിപ്പോണം. പുള്ളിക്കാരൻ വൈദ്യരായിട്ടാണ് പുള്ളി വാടകയ്ക്ക് താമസിക്കുന്നത്. പൈസ കാണത്തില്ല. ഇല്ല വേണ്ട, ഞങ്ങൾ കൊടുത്തേക്കാം. പൈസ വാടക വേണ്ട പൈസ ഞങ്ങൾ കൊടുത്തേക്കാം. പുതുപ്പള്ളി പഞ്ചായത്തിന് താഴോട്ട് പോകുമ്പോഴത്തേന് ആ വഴി കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടില്ല. ആ വഴി നോക്ക്. നിങ്ങൾ ബൈക്കാൽ പോയാൽ മതി. ഓട്ടോറിക്ഷയിലും പോകണ്ട, വേറെ വണ്ടിയിലും പോകണ്ട, അങ്ങോട്ട് പോയി നോക്ക്. എങ്കിലും
പുതുപ്പള്ളി പഞ്ചായത്ത് പുള്ളി ജനിച്ച് വളർന്ന് ജീവിച്ച സ്ഥലമാണ് പുതുപ്പള്ളി പഞ്ചായത്ത് സംഭവം. അപ്പം പുള്ളിയുടെ രീതിയിൽ പുള്ളി ശരിയാക്കണ്ടേ. നമ്മൾ പുള്ളിയെ കുറ്റം പറയുകയല്ല. ഏതാ ചാടിയുമ്പം വന്നു എങ്കിൽ പോലും പുള്ളി വാടകയ്ക്കാണ് താമസിക്കുന്നത്. എന്തിനു വേണ്ടിയാ പുള്ളി ഇവിടെ വാടക തൊട്ടപ്പുറ നേരത്തെ വാടക വീട് പണിയുന്നുണ്ടല്ലോ ഇവിടെ. എവിടെ വീട് പണിയുന്നു? 2 തൂണാക്കി കിടപ്പുണ്ടെന്ന് പറഞ്ഞു. പൈസ ഇല്ലാഞ്ഞിട്ടായിരിക്കും പണിയാത്തത്. ഉമ്മൻചാണ്ടി ഒന്നും മോഷ്ടിച്ചില്ലല്ലോ. ഉമ്മൻചാണ്ടി മോഷ്ടിച്ചില്ല. എല്ലാവർക്കും നല്ലപോലെ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും നല്ല സഹായം ചെയ്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും നല്ലപോലെ ചെയ്യും. അപ്പം ചാണ്ടിയുമ്മനല്ലേ നല്ലത്? ചാണ്ടിയുമ്പം വലുത് ആർക്കെങ്കിലും കൊടുത്ത് ആറ് കേട്ടിട്ടുണ്ടോ? ഞാൻ വേറൊരു കാര്യം പറയാം. എൻ്റെ അല്ല, ഇവിടെ നെടുങ്കുഴി 9-ാം മൈൽ ഒരു വീട്, ഇത് കേൾക്കണം കേട്ടോളാ. നെടുങ്കുഴി ഒരു വീട്, അത് എൻ്റെ അമ്മായിമ്മയുടെ വീടാണ്. അപ്പോൾ അവിടെ മെമ്പർ പറഞ്ഞു നിങ്ങൾ കോൺഗ്രസ് അല്ല കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ തരുത്തല്ലെന്ന് പറഞ്ഞു. പുള്ളി ഒന്നും വിചാരിച്ചില്ല, നേരെ ചാണ്ടിയമ്മനെ പിടിച്ചെന്നു. പുള്ളി ചാണ്ടിയമ്മ 2 ലക്ഷം രൂപ എഴുതി ചെക്ക് എഴുതി കൈ കൊടുത്തു. അതാ പുള്ളി പക്കാ കോൺഗ്രസാണ്. അന്നേരം പുള്ളി എഴുതി ഏതാ എനിക്ക് ഇന്നലെ ബിന്ദുവിന് കൊണ്ടുവന്ന 5 ലക്ഷം രൂപ കൊടുത്തല്ലോ. ആ കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ മരണപ്പെട്ട കുടുംബത്തിന് 5 ലക്ഷം രൂപ കൊടുത്തല്ലോ. ചാണ്ടിയമ്മ കൊടുത്തല്ലേ? കൊടുത്താ. അപ്പോൾ അതുപോലെയൊക്കെ ഒരു പുതിയ പയ്യനല്ലേ, കയറി വരുമായിരിക്കും. അല്ല മറ്റേ ഞാൻ ചാണ്ടിയമ്മനെ കുറ്റം പറയാലേ. ഇന്ന് ഏതാ കയറി വരുമായിരിക്കും, കൊടുക്കുന്നുണ്ട്. ചാണ്ടിയമ്മ നമ്മുടെ അയലക്കംകാരനാണ്. വേറെ കാര്യം എന്നെ കൂടെ ഓട്ടോ പറയാ. അപ്പോൾ ശരി എന്നാ. അപ്പോൾ അടുത്ത പ്രാവശ്യം ചാണ്ടിയമ്മ ജയിക്കും. ഞങ്ങളോട് ചാണ്ടിയമ്മനെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.